Hi guys, welcome to Brian's vlog. Don't forget to like, comment and subscribe. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് മിനി വ്ളോഗാണ്. ഞങ്ങൾ ശരിക്കും ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. വാഴ 2 കാണാൻ വേണ്ടിയിട്ടായിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എങ്കിൽ ഒരുപാട് ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം വാഴ 2 എനിക്കൊന്ന് 16+ എന്തോ ആണ്. അപ്പം അത് കാണാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് ചെയ്യിച്ചിട്ട് സൂപ്പർ മാരിയോയിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. ഇത് എൻ്റെ മോൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പം അവൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ വന്ന് ഫിലിം കാണുന്നത്. അപ്പം അവന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ പോപ്കോണും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നേരത്തെ എങ്ങനെയും അറിയാം. അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വെച്ചിട്ടാണ് നിന്നത്. പിന്നെ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആൾ ഫുള്ള് ഇങ്ങനെ എല്ലാം കണ്ട് തിയേറ്ററിലോട്ട് പോവുകയാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയോണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളാണ് ആദ്യം വന്നത്. എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആരും ഉണ്ടായിരുന്നില്ല തിയേറ്ററിൽ. ഒരു 8 മണിക്കായിരുന്നു ഷോ. 8 മണി വരെയും ആരെയും കണ്ടില്ല. 8 മണിക്ക് ശേഷമാണ് പിന്നെ ഒരു 2-3 പേരൊക്കെ കയറാൻ തുടങ്ങിയത്. വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ ഫുൾ ആളായിട്ട് സീറ്റ് കിട്ടാതെ വരിക അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ ഭയങ്കര വഴക്കായിരുന്നു, കറക്റ്റ് സമയത്ത് പോകണം, അവിടെ കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ മിക്ക സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഫിലിം കാണാനായിട്ട് ഇരുന്നത്. ആളെങ്കിൽ ബിഗ് TV-യിൽ മൂവി കാണാം എന്നുള്ളൊരു ഇതിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പോപ്കോണും തിന്ന് ആൾ നല്ല രീതിയിൽ ആ ഫിലിം തുടങ്ങിയിടം തൊട്ട് ആൾ നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ ഇവനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു, എന്താണ് ചെയ്യണത്, എങ്ങനെയാണ്, ആൾ ഓക്കെ ആണോ, ഇനി കുറച്ച് കഴിയുമ്പോൾ കരയോ വീട്ടിൽ പോകാമെന്ന് പറയുമോ എന്തൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് വളരെ നല്ലൊരു മൂവിയാണ്. ശരിക്കും പിള്ളേരെയൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റിയ മൂവിയാണ്. ഇവനിപ്പോൾ 3 വയസ്സായിട്ടാണുള്ളത്. അപ്പോൾ 3 വയസ്സുള്ള പിള്ളേരെയൊക്കെ കുറച്ച് നേരം പിടിച്ച് നിർത്തുന്ന ഒരു സിനിമ തന്നെയാണ്. ശരിക്കും ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു ഫിലിമാണ്. വളരെയധികം എൻജോയ് ചെയ്താണ് അവൻ ഈ സിനിമ ഫുള്ള് കാണുന്നുണ്ടായിരുന്നത്. എന്നിട്ട് അതിൻ്റെ ആക്ഷൻസും അവൻ്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസൊക്കെ കണ്ടിട്ട് എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഈ കാര്യം ഫസ്റ്റ് ടൈം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പിള്ളേരെങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. സാധാരണ പിള്ളേർ കരയും, തിയേറ്ററിൽ കിടന്ന് ഭയങ്കര ബഹളമായിരിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവൻ ഒരു ഇടയ്ക്കെത്തിയപ്പോൾ ഒന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഒരു ഡൈനോസർ മാരിയെ ഓട്ടിക്കുന്ന ഒരു സീൻ വന്നതും ആൾ പേടിച്ചിട്ട് ആളുടെ കയ്യിലുണ്ടായിരുന്ന പോപ്കോൺ എടുത്തിങ്ങനെ മുഖത്തോട് ചേർത്ത് വെച്ചിങ്ങനെ ആൾ പേടിച്ച പോലെ കണ്ടായിരുന്നു. ശരിക്കും നല്ല ക്യൂട്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഹസ്ബൻഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെയൊക്കെയാണ് തിയേറ്ററിനകത്ത് ഇരുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസാണിതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആൾ ശരിക്കും പേടിച്ചു തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ആൾക്കതിൻ്റെ ബാക്കി കാണാനുള്ള ക്യൂരിയോസിറ്റി കാരണം ആളത് പൊക്കിയിരുന്ന് നോക്കുന്നുണ്ട്. പക്ഷേ അവൻ ഓവറോൾ ആ ഫിലിം സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വന്നത്. ഇടയ്ക്ക് വെച്ച് വീട്ടിൽ പോകണമെന്ന് പറയുകയോ കരയോ അങ്ങനെ ബഹളങ്ങളൊന്നും വെക്കുകയൊന്നും ചെയ്തില്ല. അവൻ നല്ല രീതിയിൽ തന്നെ ഇരുന്നത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇടയ്ക്ക് ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് എൻ്റെ മടിയിലിരിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് നേരം പിന്നെ മടിയിൽ വന്നിരുന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ഫിലിമായിരുന്നു. അത് ഫുള്ളവൻ നല്ല സന്തോഷത്തോടെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വന്നത്. ഇതാണ് ഞങ്ങളുടെ മിനി വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ.